ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MG യൂണിവേഴ്സിറ്റി BA എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന, അതായത് 6th സെമസ്റ്ററിൽ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയത്തില് പ്രധാനപ്പെട്ട ചോദ്യങ്ങളെയും ഇതുവരെ യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും എവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫൈനൽ എക്സാമിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏത് ഭാഗത്താണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിനെ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഈ അനാലിസിസിൽ നമ്മൾ പോകുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് അതിന്റെ സിലബസ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പം ഇന്ത്യൻ എക്കോണമിയില് നമ്മൾ പഠിക്കുന്ന എന്താണ്? ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ് സ്ട്രാറ്റജി since independence, mixed economic framework, key and strategic role of public sector undertakings, economic crisis in 1990, macroeconomic reforms implemented since 1991, structural adjustment programs. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വളരെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, പെർഫോമൻസ് ഓഫ് ഇന്ത്യൻ എക്കോണമി ബിഫോർ ആൻഡ് ആഫ്റ്റർ എക്കണോമിക് റിഫോംസ്. പിന്നെയോ അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണൽ സെക്ടർ റിഫോംസ് സിൻസ് 1991, ട്രേഡ് ആൻഡ് കറൻസി റിഫോംസ്, ഫോറിൻ ക്യാപിറ്റൽ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സ്, MNCs. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ഫസ്റ്റ് മോഡ്യൂള് നമ്മൾ കവർ ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് മറ്റൊരു മോഡ്യൂളാണ് ഇത് സെക്കൻഡ് മോഡ്യൂൾ. സെക്കൻഡ് മോഡ്യൂളിൽ എന്താ പറയുക? ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ്, പോപ്പുലേഷൻ സൈസ്, സ്ട്രക്ചർ, സെക്സ് ആൻഡ് ഏജ്, characteristics, population change, rural urban migrations, occupational distribution, problems of overpopulation, population dividend, population policy, gender inequality, women empowerment. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനിയോ അടുത്ത മൂന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് സർവീസ് സെക്ടർ, റോൾ ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യൻ എക്കോണമി, land reforms, new agriculture strategy, green revolution, need for second green revolution, agriculture growth and performance, new agricultural policy, changes in land use and cropping pattern, agricultural finance and issues, agriculture during economic reform period, WTO and Indian agriculture, industrial growth during pre-reform and post-reform period, industrial policy resolution of 1956 and 1991, and role of micro, small and medium scale enterprises, MSMEs, in Indian economy, its problems and remedies, role and performance of service sector in Indian economy. Okay, അത് കഴിഞ്ഞ് മോഡ്യൂൾ 4ലേക്ക് വരുമ്പോൾ എന്താണ്? എക്കണോമിക് പ്ലാനിംഗ്, ഡെവലപ്മെന്റ് ഇഷ്യൂസ്, മീനിങ് റാഷണൽ പ്ലാനിംഗ്, ബേസിക്കുമായിട്ട് ബന്ധപ്പെട്ട നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഫിഫ്ത്ത് മോഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? കേരള എക്കോണമി ഫീച്ചേഴ്സ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, സ്ട്രാറ്റജി ചേഞ്ച്, എക്കണോമിക് ഗ്രോത്ത് ഓഫ് കേരള, ലാൻഡ് റിഫോംസ്, കറന്റ് ഇഷ്യൂസ് ഇൻ അഗ്രികൾച്ചർ, ഫുഡ് ക്രൈസിസ്, ചേഞ്ചിങ് ക്രോപ്പിംഗ് പാറ്റേൺ, പിന്നെ അഗ്രികൾച്ചറൽ ഇൻഡെപ്റ്റഡ്നെസ്, അൺഎംപ്ലോയ്മെന്റ്, IT സെക്ടർ ഇൻ കേരള, ഫിസ്ക്കൽ ക്രൈസിസ് in Kerala, Gulf migration, energy policy and energy crisis, decentralized planning in Kerala. Okay, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ഏരിയയിൽ പഠിക്കാനുള്ളത്. ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ആ ഒരൊറ്റ വിഷയത്തില് നമുക്ക് ഈ 5 മോഡ്യൂളുകളാണ് പഠിക്കാനുള്ളത്. 5 മോഡ്യൂളിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ എന്തിനാണ് ഇത്രയും നമ്മുടെ സിലബസ് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു കൃത്യമായ ധാരണ വേണം ഏത് മേഖലയിൽ നിന്നാണ്, ഏത് മോഡ്യൂളിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ചോദിച്ചിരിക്കുന്നത് എന്നാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി യെസ്, നമ്മളുടെ ആ അനാലിസിസിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് 2023 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് പാർട്ട് എ, അതായത് നമ്മൾ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെ. ഈ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മോഡ്യൂളിൽ നിന്നാണ് വന്നിരിക്കുന്നത്? 2023 മാർച്ച് മാസത്തിൽ നടന്ന 6ാം സെമസ്റ്റർ എക്സാമില് ഇന്ത്യൻ എക്കോണമിയുടെ ഇന്ത്യൻ എക്കോണമിയുടെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്
ഏതൊക്കെ മോഡ്യൂളുകളിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പം എന്താണ് ഒന്നാമത്തെ മോഡ്യൂളിൽ നിന്ന് എത്ര രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് സ്ട്രാറ്റജി സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ആ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് വാട്ട് ഡു മീൻ ബൈ മിക്സഡ് എക്കോണമി ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ സാധിക്കും. അതേപോലെ നോക്കൂ, പിന്നെ രണ്ടാമത്തെ മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ മോഡ്യൂളിൽ നിന്ന് നമുക്ക് 3 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ നോക്കൂ, എന്താണ് ഡിഫൈൻ ഡെത്ത് റേറ്റ്, എക്സ്പ്ലെയിൻ ഒക്യുപ്പേഷണൽ ഡിസ്ട്രിബ്യൂഷൻ, ഡിഫൈൻ ഡിപെൻഡൻസി റേഷ്യോ. ഈ 3 കാര്യങ്ങളും ചോദിച്ചിരിക്കുന്നത് ഡീമോഗ്രാഫിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ മോഡ്യൂളിൽ നിന്നാണ്. ഇനി മൂന്നാമത്തെ മോഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ, മൂന്നാമത്തെ മോഡ്യൂൾ നോക്കൂ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്. ഓക്കെ, അവിടെ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അവിടെ 3 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ മോഡ്യൂളിൽ നിന്നും മൂന്നാമത്തെ മോഡ്യൂളിൽ നിന്നും 3 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ വെച്ചാൽ വാട്ട് ഈസ് ദ റോൾ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ അഗ്രികൾച്ചറൽ ഫിനാൻസ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഷെഡ്യൂൾ എ ആൻഡ് ഷെഡ്യൂൾ ബി ഇൻഡസ്ട്രീസ്, ഡിഫൈൻ MSMEs. ഓക്കെ, ഇനി നാലാമത്തെ മോഡ്യൂളിൽ നിന്ന് എത്ര 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ? ഉണ്ട്. നാലാമത്തെ മോഡ്യൂളിൽ നിന്ന് 3 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? വാട്ട് ഡു യു മീൻ ബൈ സെൽഫ് റിലയൻസ്, ഡിഫൈൻ കറപ്ഷൻ, ഡിഫൈൻ പ്രൈസ് ഓർ ഇൻഫ്ലേഷൻ. ഓക്കെ, ഇനി അഞ്ചാമത്തെ മോഡ്യൂളിലേക്ക് നോക്കൂ. അഞ്ചാമത്തെ മോഡ്യൂളില് നമുക്ക് 1 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അതായത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മളുടെ 2023 മാർച്ച് മാസത്തിൽ നടന്ന എക്സാമില് എന്താണ് അഞ്ചാമത്തെ മോഡ്യൂൾ, നമ്മളുടെ ഇന്ത്യൻ എക്കോണമിയുടെ അഞ്ചാമത്തെ മോഡ്യൂളിൽ നിന്ന് 1 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്നിരുന്നാൽ നമ്മളുടെ നോക്കൂ 2 3 4 മോഡ്യൂളുകളിൽ നിന്ന് 3 2 മാർക്കിന്റെ വീതം ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. ഓക്കെ, അതായത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് 2 3 4 മോഡ്യൂളുകളിലാണ്. ഓക്കെ, അഞ്ചാമത്തെ മോഡ്യൂളിൽ നിന്ന് 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. റൈറ്റ് എനി ഫ്യൂ ഫീച്ചേഴ്സ് ഓഫ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. ഓക്കെ, അതൊരു എന്താണ് ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരാൾക്ക് ആ മോഡലിനെ പറ്റി ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് ആൻസർ ചെയ്യാവുന്ന രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന മോഡ്യൂൾസ് എന്ന് പറയുന്നത് 2 3 4 അത് കഴിഞ്ഞ് കുറവുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തേതാണ്. ഏറ്റവും കുറവ് ചോദിച്ചത്, അതായത് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചത് അഞ്ചാമത്തെ മോഡ്യൂളിൽ നിന്നാണ്. ഓക്കെ, ഇനി പാർട്ട് ബി നമുക്കറിയാലോ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ് പാർട്ട് ബി. ഈ പാർട്ട് ബിയില് എന്താണ് ഒന്നാമത്തെ മോഡ്യൂളിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു? ഒന്നാമത്തെ മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഗിവ് ഷോർട്ട് നോട്ട് ഓൺ കീ ആൻഡ് സ്ട്രാറ്റജിക് റോൾ ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, പിന്നെ എക്സ്പ്ലെയിൻ എലമെന്റ്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി ഇൻ ഡീറ്റെയിൽ. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് എവിടെ ചോദിച്ചിരിക്കുന്നത്? മോഡ്യൂൾ 1 നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി മോഡ്യൂൾ 2 വരികയാണെങ്കിൽ മോഡ്യൂൾ 2 നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പോപ്പുലേഷൻ അതിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഓവർ പോപ്പുലേഷന്റെ പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ മോഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ എന്താണ് മൂന്നാമത്തെ മോഡ്യൂളിലും എന്താ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ്. എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെന്യൂർ സിസ്റ്റംസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ബിഫോർ ഇൻഡിപെൻഡൻസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഡിസ്ക്രൈബ് ദ പ്രോഗ്രസ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ ആഫ്റ്റർ റിഫോംസ് പീരീഡ്. ഓക്കെ, അഗ്രികൾച്ചർ റിഫോംസിന് ശേഷം, അതായത് എന്താണ് ഗ്രീൻ റവല്യൂഷനൊക്കെ ശേഷം നമ്മുടെ അഗ്രികൾച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്, ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. അതായത് 2 3 മോഡ്യൂളിൽ നിന്ന് നമുക്ക് ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു? 2 ക്വസ്റ്റ്യൻസ് വെച്ച്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 2 മോഡ്യൂള്, ഒന്നാമത്തെ മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി 4ാമത്തെ മോഡ്യൂളിൽ വരികയാണെങ്കിൽ 4ാമത്തെ മോഡ്യൂളിൽ ഇതേപോലെ തന്നെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലെ. പ്രിപ്പയർ എ നോട്ട് ഓൺ ഇൻക്ലൂസീവ് ഗ്രോത്ത്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഇൻഇക്വാളിറ്റി ഇൻ ഇന്ത്യ. ഓക്കെ, അതായത് ഇന്ത്യയിലെ ഇൻഇക്വാളിറ്റിനെ പറ്റി ഒരു നോട്ട് എഴുതുക. അതുപോലെ എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓക്കെ, ഇത് 4ാമത്തെ മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. പക്ഷെ 5ാമത്തെ മോഡ്യൂൾ നോക്കൂ, 1 ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും അഞ്ചാമത്തെ മോഡ്യൂളിൽ നമുക്ക്
അഞ്ചാമത്തെ മോഡ്യൂളിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ഓഫ് കേരള. പക്ഷേ ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുന്നത് അഞ്ചാമത്തെ മോഡ്യൂളിൽ നിന്ന് ചോദിച്ചത്. ഓക്കെ, ഇനി പാർട്ട് സിയിലേക്ക് വരികയാണെങ്കിൽ, അതായത് നമുക്ക് എത്ര 15 മാർക്കിന്റെ എസ്സേ ആണ് ചോദിക്കുന്നത് അല്ലെ. 15 മാർക്കിന്റെ 2 എസ്സേ നമ്മൾ എഴുതണം. ഓക്കെ, ഇനി 15 മാർക്കിന്റെ എസ്സേ എവിടുന്നൊക്കെയാ ചോദിച്ചതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ 15 മാർക്കിന്റെ എന്താ ഒന്നാമത്തെ മോഡ്യൂളിൽ നിന്ന് ഒരു എസ്സേ ചോദിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ മോഡ്യൂളിൽ നിന്ന് എസ്സേ ചോദിച്ചിട്ടുണ്ട്, മൂന്നാമത്തെ മോഡ്യൂളിൽ നിന്ന് ഒരു എസ്സേ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നാലാമത്തെ മോഡ്യൂളിൽ നിന്ന് എസ്സേ ഉണ്ടോ? ഇല്ല. പക്ഷെ അഞ്ചാമത്തെ മോഡ്യൂളിൽ നിന്ന് എസ്സേ ഉണ്ട് താനും. ഓക്കെ, അതായത് 15 മാർക്കിന്റെ എസ്സേ അഞ്ചാമത്തെ മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നാലാമത്തെ മോഡ്യൂളിൽ നിന്ന്, അതായത് എക്കണോമിക് പ്ലാനിങ് ഡെവലപ്മെന്റ് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട ആ മോഡ്യൂളില് എത്രയില്ല 15 മാർക്കിന്റെ എസ്സേ ചോദിച്ചിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മാർക്ക് വൈസ് ഏറ്റവും കൂടുതൽ മാർക്സ് ചോദിച്ചിരിക്കുന്നത് 33 മാർക്കിന് ചോദിച്ച മൂന്നാമത്തെ മോഡ്യൂളാണ്. ഓക്കെ, അത് കഴിഞ്ഞാലോ രണ്ടാമത്തെ മോഡ്യൂള്, അത് കഴിഞ്ഞാലോ ഒന്നാമത്തെ മോഡ്യൂള്, അത് കഴിഞ്ഞാലോ അഞ്ചാമത്തെ മോഡ്യൂള്, അത് കഴിഞ്ഞാല് നാലാമത്തെ മോഡ്യൂൾ. ഓക്കെ, അപ്പം ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു അനാലിസിസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് എന്താണ് ഏത് മോഡ്യൂളും ആദ്യം പഠിക്കണം. ഓക്കെ, ഇപ്പം 1, 2, 3, 4 എന്നുള്ള ഓർഡർ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. പക്ഷെ മിക്ക കുട്ടികളും എന്താണ് സെലക്റ്റീവ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ സെലക്റ്റീവ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ ഏത് മോഡ്യൂൾ ആദ്യം കവർ ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏണിങ്സ് ഉള്ള മോഡ്യൂൾ ഏതാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പൊ 2023 ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകിയ മോഡ്യൂൾ എന്ന് പറയുന്നത് മോഡ്യൂൾ 3 ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാലോ മോഡ്യൂൾ 2 ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടേൺസ് നൽകിയ മോഡ്യൂൾ 1 ആണ്. അത് കഴിഞ്ഞാലോ മോഡ്യൂൾ 5 ആണ്. ഏറ്റവും കുറവ് റിട്ടേൺസ് നൽകിയ മോഡ്യൂള് എന്താണ് മോഡ്യൂൾ 4 ആണ്. ഓക്കെ, അപ്പൊ പക്ഷെ ഈ മോഡ്യൂൾ 4 എന്താണ് 15 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്താണ് ബാക്കി ബാക്കി ഉള്ള ഏരിയാസിൽ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് 2 മാർക്കിന്റെ ആണെങ്കിലും 5 മാർക്കിന്റെ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട് നാലാമത്തെ മോഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഒരു മോഡ്യൂളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇന്ത്യൻ എക്കോണമിയുടെ കേസിൽ നമുക്ക് ഒരിക്കലും ഒരു മോഡ്യൂളും അവോയ്ഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഒരൊറ്റ മോഡ്യൂൾ പോലും നമുക്ക് പഠിക്കാതിരിക്കാൻ സാധിക്കത്തില്ല. എന്നിരുന്നാലും നിങ്ങൾ പഠിച്ച് ലാസ്റ്റ് റിവിഷനിലേക്കൊക്കെ വരുമ്പോൾ ഏറ്റവും ആദ്യം കവർ ചെയ്യേണ്ട മോഡ്യൂൾ ഡെഫിനറ്റ്ലി മൂന്നാമത്തെ മോഡ്യൂൾ തന്നെയായിരിക്കണം. ഓക്കെ, അപ്പൊ അത് 2023 എന്താണ് എക്സാമിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തില് കൃത്യമായിട്ടുള്ള അനാലിസിസിന്റെ ബേസിസിലാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ 2022 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 3 ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന്. ഓക്കെ, ആൻഡ് സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് എന്താണ് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. 2 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, തേർഡ് മോഡ്യൂളിൽ നിന്ന് 3 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫോർത്ത് മോഡ്യൂളിൽ നിന്ന് നോക്കും 3 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഫിഫ്ത് മോഡ്യൂളിൽ നിന്നോ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. അതായത് 2023 നമ്മൾ സെയിം പാറ്റേൺ കണ്ട. അതായത് 2023 നോക്കൂ, 5ാമത്തെ മോഡ്യൂളിൽ നിന്ന് 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. 2022 സെയിം സംഭവമാണ് കാണുന്നത്, അല്ലെങ്കിൽ സെയിം പാറ്റേൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുക അല്ലെ. അതായത് 2022 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. ഇനി പാർട്ട് ബി, അതായത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ഒന്നാമത്തെ മോഡ്യൂളിൽ നിന്ന് 2 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് മൊത്തം വായിച്ച് പറഞ്ഞു തരുന്നില്ല, കാരണം നമ്മൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ലാസ്റ്റ് റിവിഷന്റെ ടൈമിലാണെന്ന് അറിയാം, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യാ, നിങ്ങൾ ഇനിയിപ്പോ വായിക്കണമെന്നുള്ളവർ എന്ത് ചെയ്യാ, വീഡിയോ പോസ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് 2ാമത്തെ മോഡ്യൂളിൽ നോക്കൂ, അവിടെ 2 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 3ാമത്തെ മോഡ്യൂളിൽ നോക്കൂ, അവിടെയും 2 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 4ാമത്തെ മോഡ്യൂളിൽ നോക്കൂ, അവിടെയും 2 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 5ാമത്തെ മോഡ്യൂൾ നോക്കൂ, ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. സെയിം പാറ്റേൺ ആണ്
നമ്മൾ എന്ത് ചെയ്യുന്നത് 2023 കണ്ട അതേ പാറ്റേൺ ആണ്. അതായത് 2023 അഞ്ചാമത്തെ മോഡ്യൂളിൽ നിന്ന് എന്താണ് 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, 2022 സെയിം പാറ്റേൺ. ഓക്കെ, ഇനി 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നോക്കൂ, സെയിം പാറ്റേൺ. അതായത് എന്താണ് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്താണ് 2023 ഏത് മോഡ്യൂളിൽ നിന്നായിരുന്നു ഇല്ലായിരുന്നത്? അത് 4ാമത്തെ മോഡ്യൂളിൽ നിന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ 2025 വരുമ്പോ 2022 വരുമ്പോ എന്താണ് 2023 ഇൻ ദ സെൻസ് 2023, 24. ഓക്കെ ഓക്കെ, അപ്പൊ അതായത് തൊട്ട് കഴിഞ്ഞ 2024 മാർച്ചിൽ നടന്ന എക്സാമിലെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 2022 ബാച്ച് 23 ബാച്ചില് ഓക്കെ നടന്ന എക്സാമില് നോക്കും, ഇവിടെയും ഇതേ സെയിം പാറ്റേൺ തന്നെയാണ്. അതായത് എന്താണ് കേരള എക്കോണമി, അതായത് 5ാമത്തെ മോഡ്യൂളിൽ നിന്ന് എത്രയാണ് ഒരു 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ഷുവർ ആയിട്ട് ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും നമുക്കൊരു കാര്യം എന്താണ് 15 മാർക്കിന്റെ ഒരു എസ്സേ ഉറപ്പായിട്ടും എന്ത് ഉണ്ടാവും 5ാമത്തെ മോഡ്യൂളിൽ നിന്ന് ഉണ്ടാവാം. ഓക്കെ, 4ാമത്തെ മോഡ്യൂളിൽ നിന്ന് ഒരു പക്ഷേ 15 മാർക്കിന്റെ എസ്സേ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം കഴിഞ്ഞ രണ്ട് എക്സാമിലും 4ാമത്തെ മോഡ്യൂളിൽ നിന്ന് 15 മാർക്കിന്റെ എസ്സേ ഇല്ല. ഓക്കെ, പക്ഷെ 2 മാർക്കിന്റെയും 5 മാർക്കിന്റെയും കേസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? 2, 3, 4. ഓക്കെ, ചില സമയത്ത് 1. അപ്പൊ 1, 2, 3, 4 മോഡ്യൂളുകള് 2 മാർക്കിനും 5 മാർക്കിനും നമ്മൾ എന്ത് ചെയ്യണം? ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അത് എഴുതാനുള്ള കാര്യപ്രാപ്തി നമ്മൾ നേടി എടുക്കണം. ഓക്കെ, ഇനിയുള്ളതോ ഓക്കെ, ഇവിടെയും സെയിം പാറ്റേൺ തന്നെയാണ്. ഈ 4ാമത്തെ മോഡ്യൂൾ ബാക്കിലേക്ക് പോകാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. ഓക്കെ, നോക്കൂ, നമ്മൾ കഴിഞ്ഞ തവണ കണ്ടാണ് 3ാമത്തെ മോഡ്യൂളിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ. ഈ തവണ അതുപോലെ തന്നെയാണ്. 2ാമത്തെ മോഡ്യൂളിലായിരുന്നു കഴിഞ്ഞ തവണ സെക്കൻഡ്, ഈ തവണ സെയിം ക്വസ്റ്റ്യൻസ് ആണ്. 1ാമത്തെ മോഡ്യൂളായിരുന്നു 3ാമത്തെ റാങ്കില്, ഈ തവണയും ഇവിടെയും സെയിം ക്വസ്റ്റ്യൻസ്, പിന്നെ 5, പിന്നെ 4. ഓക്കെ, ഇനി 2021 വന്നു കഴിഞ്ഞാൽ 2021 നോക്കൂ, മോഡ്യൂൾ 1 2 ക്വസ്റ്റ്യൻ, മോഡ്യൂൾ 2 നിന്ന് 4 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, മോഡ്യൂൾ 3 നിന്ന് 3 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, മോഡ്യൂൾ 4 നിന്ന് 3 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, മോഡ്യൂൾ 5 നിന്ന് 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല. ഓക്കെ, അതായത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്താണ് 2021 22 ബാച്ചിന് എന്ത് ചെയ്യത്തില്ല, നമുക്ക് 5ാമത്തെ മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടില്ല. ഇനി പാർട്ട് ബിയിലേക്ക് വരികയാണെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് 1ാമത്തെ മോഡ്യൂളില് 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2ാമത്തെ മോഡ്യൂളിലോ 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ, 3ാമത്തെ മോഡ്യൂളിലോ 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ, 4ാമത്തെ മോഡ്യൂളിലോ 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ, കേരള എക്കോണമി ഇന്ന് 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ സെയിം പാറ്റേൺ ആണ്. 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേരള മോഡൽ ഓഫ് കേരള എക്കോണമിയിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, പാർട്ട് സിയിലേക്ക് വരികയാണെങ്കിൽ കണ്ടോ, കേരള എക്കോണമിയിൽ നിന്ന് നമുക്ക് എന്തുണ്ട് 15 മാർക്കിന്റെ ഒരു എസ്സേ ഉണ്ട്. 4ാമത്തെ മോഡ്യൂളിൽ നിന്ന് എസ്സേ ഇല്ല, 3ാമത്തെ മോഡ്യൂളിൽ നിന്ന് എസ്സേ ഉണ്ട്, 2ാമത്തെ നിന്നുണ്ട്, 1ാമത്തെ നിന്നും എസ്സേ ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ സെയിം പാറ്റേൺ ആണ്. നോക്കൂ മോഡ്യൂൾ 3 ഓക്കെ, പക്ഷെ ഇവിടെ ഒരു എന്താണ് 2021 എന്താണ് മോഡ്യൂൾ 2 33 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചു. മോഡ്യൂൾ 3 അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു, 31 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചു. മോഡ്യൂൾ 1 29, മോഡ്യൂൾ 5 20, മോഡ്യൂൾ 4 5 മാർക്ക്. ഓക്കെ, അതായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒന്നെങ്കിൽ 3ാമത്തെ മോഡ്യൂളോ അല്ലെ 2ാമത്തെ മോഡ്യൂളിൽ നിന്നായിരിക്കും. അതിനുശേഷം മൂന്നാമത്തേലാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്, 2ാമത്തേലായിരിക്കും സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന്, പിന്നെ 5th മോഡ്യൂളിൽ നിന്ന്, 4th മോഡ്യൂളിൽ നിന്ന്. ഓക്കെ, ഇനി 2020 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1ാമത്തെ മോഡ്യൂളിൽ നിന്ന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 2ാമത്തേൽ 2 മാർക്ക്, 3ാമത്തേൽ 3 2 മാർക്ക്, 4ാമത്തേൽ 3 2 മാർക്ക്, 5ാമത്തേൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന് 5 മാർക്കിന്റെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലോ സെയിം പാറ്റേൺ ആണ്. 1ാമത്തെ 2 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 2ാമത്തെ മോഡ്യൂളിൽ 2 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 3ാമത്തേൽ 2 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 4ാമത്തേൽ 2 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 5ാമത്തേൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, സെയിം പാറ്റേൺ ആണ്. ഓക്കെ, ഇനി 15 മാർക്കിന്റെ നോക്കൂ സെയിം പാറ്റേൺ. 15 മാർക്കിന്റെ ഇതുവരെ നടന്നിട്ടുള്ള എക്സാംസിൽ, അതായത് 2020 വരെ 20 മുതലുള്ള 2020 21 മുതലുള്ള നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ
ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനൊന്നും എന്ത് ചെയ്യണം 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇവിടുന്ന് ഫോർത്ത് മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ തവണ ചോദിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യത കുറവാണ്. എനിവേ ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മള് പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മോഡ്യൂള് എന്താണ്? എല്ലാ മോഡ്യൂളും ഉറപ്പായിട്ട് പഠിക്കണം. ഓക്കെ, എനിവേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മോഡ്യൂൾ എന്ന് പറയുന്നത് 3, 2, 1 പിന്നെ 5, അത് കഴിഞ്ഞിട്ട് 4. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിയോട് കൂടിയായിട്ട് വേണം ഓക്കെ നിങ്ങൾ എക്സാമിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യും. ലാസ്റ്റ് റിവിഷൻ ഒക്കെ ചെയ്യും. ലാസ്റ്റ് റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ മോഡ്യൂൾസ് കവർ ചെയ്തു അല്ലെ, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ കവർ ചെയ്തു. ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. അതൊക്കെ നിങ്ങൾ വീണ്ടും 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 വായിച്ച് നന്നായിട്ട് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ട് എക്സാം ഹോളിലേക്ക് പോവുക. ഓക്കെ, അപ്പൊ ഇനി എന്താണ് നമുക്കൊരു എന്താണ് ഈ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിരിക്കുന്ന 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചുമ്മാ ഒന്ന് നോക്കിപ്പോ. വാട്ട് ഈസ് PSC പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ഗ്ലോബലൈസേഷൻ ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് എ പീരീഡ് ഓഫ് എക്സ്പെരിമെന്റേഷൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ബ്ലൂ ബോക്സ് അല്ലെ, വാട്ട് ഈസ് എ ബ്ലൂ ബോക്സ് സബ്സിഡീസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഷെഡ്യൂൾ എ ഇൻഡസ്ട്രീസ്. ഡിഫൈൻ MSMEs. വാട്ട് ഈസ് ഫിസിക്കൽ പ്ലാനിംഗ്. What do you mean by multi-dimensional poverty? Define price rise or inflation. Mention any 2 current issues of agriculture sector in Kerala. What do you mean by mixed economy? What is liberalization? Define birth rate. Explain pushback migration. Explain population dividend. What do you mean by Gulf migration? What is cropping pattern? Write a brief on WTO. Define MSMEs. What do you mean by social planning? What do you mean by inclusive development? What do you mean by mixed economy? Define disinvestment. Define death rate. Explain occupational distribution. Define dependency ratio. What is the role of corporate societies in agricultural finance? Distinguish between Schedule A and Schedule B industries. Define MSMEs. What do you mean by self-reliance? Define corruption. Define price rise or inflation. Expand and explain SAP. Define disinvestment. Explain decadal growth rate. Define migration. Explain women empowerment. Distinguish between trade distorting and non-trade distorting subsidies. What is Schedule B industries? Define MSME. Define safety nets for poor. Define corruption. What do you mean by energy crisis? Write short on fiscal crisis in Kerala. ഓക്കെ, അപ്പൊ ഇങ്ങനെ 45 ഓക്കെ, ഇവിടെ നമ്പറിംഗിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് 45 ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ 2 മാർക്കിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? 2 മാർക്കിന് ഉള്ള ആൻസേഴ്സ് നിങ്ങളുടെ കയ്യിൽ റെഡി ആയിരിക്കണം. അതായത് നിങ്ങളുടെ മൈൻഡില് കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം 2 മാർക്കിന്, അതായത് എത്രയാണ്, ഒരു 150 വേർഡ്സ് എങ്കിലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന രീതിയിൽ 150 വേർഡ്സിന് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു 50 വേർഡ്സ് കൃത്യമായിട്ട് ക്ലിയർ കട്ടോട് കൂടി ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 150 വേർഡ്സിന് എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ഉറപ്പായിട്ട് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ റിപ്പീറ്റ് വരും, അതും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ സാധ്യതകളുണ്ട്. കാരണം എന്താണ്? നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ അനാലൈസ് ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി നമ്മൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ പഠിക്കണം? 5 മാർക്കിന് എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ അറിഞ്ഞിരിക്കണം? അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ 5 മാർക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഒന്നെന്താണ്? ഡിഫൈൻ മിക്സ്ഡ് എക്കോണമി ആൻഡ് ഗീവ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് മിക്സ്ഡ് എക്കോണമി ഫ്രെയിംവർക്ക്. Give short note on liberalization and privatization. What are the features of Indian population? What do you mean by corrupt occupational distribution? Explain the role of agriculture in Indian economy. Explain new agricultural policy. What are the achievements of Indian economic planning? What are the different methods of estimating black money?
explain structural changes in Kerala economy, explain the obstacles faced by the public sector enterprises, give a short note on the elements of new economic policy, explain them in detail. What are the problems of overpopulation? Explain National Population Policy 2000. Explain tenancy reforms as a part of land reforms in India. Describe the industrial growth after reforms period. What is black money and what are the consequences of black money? What are the factors leading to rise of price? Give a short note on key and strategic role of public sector enterprises. Explain elements of new economic policy in detail. What are the features of Indian population? What are the problems of overpopulation? Explain various types of tenure systems before independence. Describe the progress of Indian agriculture after reform period. Prepare a note on inclusive growth. Briefly explain concepts of inequality. Define mixed economy and give short note on the features of mixed economic framework. Explain the obstacles faced by public sector enterprises. Explain what are the features of Indian population, explain population dividend, explain various types of tenure systems before independence, critically examine the non-institutional source of agriculture finance in India, write short note on strategy of India's development plans, what are the aims and objectives of Niti Aayog, explain the characteristics of Kerala model of development. Okay, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലെ ഏകദേശം 35ഓളം ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻസിനെല്ലാം നിങ്ങൾ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസേഴ്സ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എയ്തർ ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യനോ ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനോ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇതുവരെ എന്താണ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസേഴ്സും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ട് പിടിച്ചിരിക്കണം. ഓക്കെ, ഇനിയുള്ളതാണ് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഗീവ് എ നോട്ട് ഓൺ ദ പെർഫോമൻസ് ഓഫ് ഇന്ത്യൻ എക്കോണമി ബിഫോർ ആൻഡ് ആഫ്റ്റർ എക്കണോമിക് റിഫോംസ്. പിന്നെയോ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യസ് പോപ്പുലേഷൻ. പിന്നെയോ അനലൈസ് ദ റോൾ ഓഫ് സർവീസ് സെക്ടർ ഇൻ ഇന്ത്യൻ എക്കോണമി. Critically evaluate Gulf migration and development in Kerala economy. Integrating our economy with the world economy. Comment the economic reforms mentioned in the phrase. Point out the features of population of India. Explain the silent features of Kerala economy. Explain in detail the performance of Indian economy before and after economic reforms. Explain the theory of demographic transition. Analyze the role of service sector in Indian economy. Integrating our economy with the world economy. Comment the economic reforms mentioned in the phrase. Explain the problems of overpopulation and measures adopted by government to correct it. Analyze the role of service sector in Indian economy. Explain the silent features of Kerala economy. Okay, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമുക്ക് 15 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഇത് എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതൊന്നും ഒരിക്കലും ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള കോപ്പി പേസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസേഴ്സ് കണ്ടുപിടിച്ചിരിക്കണം. എക്സാം ഹാളില് എക്സാമിന് കയറുന്നതിന് മുൻപേ തന്നെ നിങ്ങളുടെ മൈൻഡില് ഈ ക്വസ്റ്റ്യൻസിനെല്ലാം നിങ്ങളുടെ കയ്യില് ആൻസേഴ്സ് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ മൈൻഡിൽ ആൻസേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പം എന്താണ് ഉറപ്പായിട്ടും എന്താണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസേഴ്സ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു 60+ ഒക്കെ സുഖമായിട്ട് വാങ്ങിക്കാം. ഓക്കെ, 60 മാർക്കിൽ കൂടുതലൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇന്ത്യൻ എക്കോണമിക്ക് വാങ്ങിക്കാവുന്നുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടും വളരെ ഈസി ആയിട്ടും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇന്ത്യൻ എക്കോണമിയുടെ. പക്ഷേ നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ, നോളജ് ഇല്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള ഒരു വിഷയവും കൂടിയാണ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം, അറിവ് നിങ്ങൾ നല്ല രീതിയിൽ പ്രയോഗിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്ന ഈ ക്വസ്റ്റ്യൻസിന് എല്ലാം ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങളൊന്ന് ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് എക്സാമിന് പോവുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നന്നായി എക്സാം എഴുതി തിരിച്ചു വരിക. താങ്ക് യു.